നടിയുടെ പീഡന പരാതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഹൈക്കോടതിയാണ് നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് എടുത്ത കേസിലാണ് നടന്റെ അപേക്ഷ തള്ളിയത്. ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കേസിൽ താൻ നിരപരാധി ആണെന്നായിരുന്നു സിദ്ദിഖ് ഹൈക്കോടതിയിൽ വാദിച്ചത്. അതിനാൽ തനിക്ക് ജാമ്യം നൽകണമെന്നും നടൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് കോടതിയുടെ ഈ തീരുമാനം. ജസ്റ്റിസ് DS ഡയസ് ആണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതോടെ വലിയ തിരിച്ചടിയാണ് സിദ്ദിഖിന് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് നടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നായിരുന്നു പരാതി. തുടർന്ന് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഇത് പുരോഗമിക്കവെയാണ് അറസ്റ്റ് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് നടൻ കോടതിയെ സമീപിച്ചത്. ഇനി അപ്പീൽ പോവുക മാത്രമാണ് സിദ്ദിഖിന് മുന്നിലുള്ള ഏക വഴി. ഹൈക്കോടതിയിൽ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും താരത്തിന്റെ നീക്കമുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് നീളുന്നത് എന്നാണ് ലഭ്യമായ വിവരം. എന്നാൽ ഇത് ഹൈക്കോടതി തള്ളിയതോടെ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാവാനാണ് സാധ്യത. പ്രത്യേകിച്ച് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതിന്റെ ആവശ്യകത പ്രോസിക്യൂഷൻ കോടതിയിൽ എടുത്തു പറഞ്ഞ സാഹചര്യത്തിൽ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. നേരത്തെ ഹോട്ടലിലെ രേഖകളും മറ്റ് സാഹചര്യ തെളിവുകളും നടന് എതിരാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സിദ്ദിഖിന്റെ കുറുക്ക് മുറുകുകയാണ് എന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയുള്ള ഹൈക്കോടതിയുടെ നടപടിയും ഉണ്ടാകുന്നത്. നേരത്തെ ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കേണ്ടി വന്നിരുന്നു. 2016 പുതിയ സിനിമയുടെ പ്രിവ്യൂ കാണാനായി ക്ഷണിച്ചു വരുത്തി ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തൽ നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് മുൻപ് തന്നെ മീടു ആരോപണം വന്ന സമയത്ത് സിദ്ദിഖിനെതിരെ ഇതേ നടി ആരോപണമായി രംഗത്ത് വന്നിരുന്നതാണ്. എന്നാൽ ഇപ്പോഴാണ് കേസെടുത്തതും അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതും. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം KTDCയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഹോട്ടൽ രജിസ്റ്റർ, ഫോൺ കോളുകൾ എന്നിവയെല്ലാം തന്നെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകൾ SIT കോടതിയിൽ ഹാജരാക്കി. സാഹചര്യ തെളിവുകൾ പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയായിരുന്നു. യുവനടിയുടെ ലൈംഗികാരോപണത്തിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ നടിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. 2012 സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചതായി നടി പരാതിയിൽ പറയുന്നുണ്ട്. ഇവിടെ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി പറയുന്നത്. ഹോട്ടൽ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകളും നടി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് എതിരായി 376 വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് SITക്ക് കൈമാറുകയായിരുന്നു.